ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ ഒരു അടിപൊളി മീൻ കറിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മീൻ കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാനിതാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അയില മീൻ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അയില നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞൻ അയിലയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ കേട്ടോ. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കുരുമുളക്. ഒരു പിടി കുരുമുളക് എടുത്ത് ഇതാ ഞാൻ പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മുടെ കുരുമുളകൊന്ന് നല്ല സോഫ്റ്റായി വരും കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം. ചട്ടി നല്ല മൺചട്ടിയിലാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതാ ചട്ടി ചൂടാക്കി വരുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം പറയുകയാണ്, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതാ ഞാൻ ഒരു നുള്ള് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായൊന്ന് വഴണ്ടി വരട്ടെ. ഈ സവോളയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. പൊടികൾ ചേർക്കുന്ന വീഡിയോ കിട്ടിയില്ല. എൻ്റെ അമ്പാടിക്കണ്ണൻ ക്യാമറ ഓഫ് ചെയ്താൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാ പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരട്ടെ. ഇനി പച്ചമണമൊന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ അരച്ച് വെച്ച കുരുമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പച്ച കുരുമുളകായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ കുരുമുളക് ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ സാധാ ഉണക്ക കുരുമുളക് തന്നെയാണ് എടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ആവശ്യമായ പുളിയൊന്ന് റെഡിയാക്കാം. ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞ് ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് വെള്ളം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് കേട്ടോ. പക്ഷേ ഈ കറിയൊന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ കറിയിൽ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അയില മീനെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ കറിവേപ്പില ഇച്ചിരി അധികം ഇടുന്നതനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതാ ഇപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്ത് ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഈ തിളയൊന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും ഇതിന് പുറത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ. അപ്പോൾ എങ്ങനെ എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ ബൈ.